മുഖ്യമന്ത്രി ചർച്ചകളിൽ കോൺഗ്രസിന് മുന്നറിയിപ്പുമായി മുസ്ലിം ലീഗ്. ചർച്ചകൾ ജനവിധിയുടെ തിളക്കം കെടുത്തുന്നത് ആകരുതെന്ന് ലീഗ് ഉന്നതാധികാര സമിതി. മുഖ്യമന്ത്രി പദവിയിൽ ലീഗിന് വ്യക്തമായ അഭിപ്രായമുണ്ട്. ഹൈക്കമാൻഡ് അഭിപ്രായം ചോദിച്ചാൽ നിലപാട് അറിയിക്കും. ഉപമുഖ്യമന്ത്രി പദവിയും മന്ത്രിമാരുടെ എണ്ണവും ചർച്ചയാക്കേണ്ട എന്നും ലീഗ്. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശാന്തകുമാർ, ലീഗ് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ചർച്ചകളുടെ കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. ആ അഭിപ്രായം വി ഡി സതീശന് അനുകൂലമായിട്ടുള്ളതാണ്. പരസ്യ പ്രസ്താവനകൾ തന്നെ നടത്തുന്ന ഒരു നിലയുണ്ടായിട്ടുമുണ്ട്. അപ്പോൾ വീണ്ടും ലീഗ് ഇതേ അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നു എന്നതാണല്ലോ നമ്മളെ കാണേണ്ടത്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ആകമാനമുണ്ടായ ഈ തിളക്കമാർന്ന വിജയത്തിൽ തന്നെ ഒരു നിർണായക ശക്തിയായി ലീഗും മുന്നോട്ട് വന്നതാണ്. അവർ 22 സീറ്റുകൾ ജയിച്ച് ചരിത്രത്തിൽ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവർക്ക് അർഹമായ സ്ഥാനം ലഭിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത് 5 മന്ത്രിമാർ എന്നത് മാത്രമായിരിക്കുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും? ഇനി നിലവിൽ അവർ അങ്ങോട്ട് ചോദിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് അറിഞ്ഞു തരുമെന്നുള്ള വിചാരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത്തരം ചർച്ചകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ലീഗ് ചില ഉപാധികൾ ആ സാഹചര്യത്തിൽ മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ടോ? ഷാബിനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗ് വളരെ കരുതലോടുകൂടി തന്നെയാണ് ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി ചർച്ചയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരെന്ന ഒരു നിലപാടിൽ ചില കൃത്യമായ നിലപാടുണ്ട്. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം അവർ പിന്നീട് ഒരു പരസ്യ പ്രതികരണത്തിന് കൂടുതൽ തയ്യാറായിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ചർച്ച വലിയ ഒരു ജനവിധി സമ്മാനിച്ച ജനങ്ങളോട് ഉള്ള ഒരു അല്ലെങ്കിൽ ആ ജനങ്ങളെ കളിയാക്കുന്ന രീതിയിലേക്ക് പോകരുത് എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്നത്. അതായത് വലിയ തോതിലുള്ളൊരു വിജയമാണ് UDFന് നേടിയിട്ടുള്ളത്. ആ UDFന്റെ വിജയത്തിന് അനുസരിച്ചുള്ള ആ തിളക്കമുണ്ട്. ആ തിളക്കം നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ പോകുന്നതിൽ മുസ്ലിം ലീഗിനും അതൃപ്തിയുണ്ട്. ആ അതൃപ്തി കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ അറിയിക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല വിധത്തിലുള്ള ചർച്ചകൾ പല വഴിക്ക് നടക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു മുസ്ലിം ലീഗിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്. വി ഡി സതീശനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ആ നിലപാടിൽ തന്നെ അവർ നിൽക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഒപ്പം ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് തങ്ങളുടെ കൃത്യമായ നിലപാട് അറിയിക്കും. പക്ഷേ ഹൈക്കമാൻഡ് നിശ്ചയിക്കുന്ന മുഖ്യമന്ത്രിയെ അംഗീകരിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് ഒരു നിലപാട് എടുക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ഈ മന്ത്രിമാരുമായുള്ള ചർച്ചയാണ്. മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരാണ് കഴിഞ്ഞ തവണകളിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. അത് തുടരാൻ തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ കരുതുകയും ചെയ്യുന്നത്. അതിൽ കൂടുതൽ ആവശ്യപ്പെടാനോ ഇല്ലെങ്കിൽ അതിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളോ ഉന്നയിച്ച് മുസ്ലിം ലീഗ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല. അവർ ഉദ്ദേശിക്കുന്നത് UDF അല്ലെങ്കിൽ കോൺഗ്രസ് അത് കണ്ടറിഞ്ഞ് തരും, ഇല്ലെങ്കിൽ അങ്ങനെ ഒഴിവാക്കുന്ന ഒരു രീതി ഉണ്ടാവില്ല മുസ്ലിം ലീഗിനെ എന്നുള്ളത് തന്നെയാണ് ലീഗും വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഈ ഉപമുഖ്യമന്ത്രി പദം അതുപോലെ തന്നെ മന്ത്രിമാരുടെ എണ്ണം ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടത്തേണ്ടതില്ല. ഉപമുഖ്യമന്ത്രി പദം ഒരു ഘട്ടത്തിലും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുമില്ല. പുറത്തു നടക്കുന്ന ചർച്ചകളിൽ അഭിപ്രായം പറയുക മാത്രമാണ് മുസ്ലിം ലീഗ് എപ്പോഴും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാവുമില്ല എന്ന് തന്നെയാണ് ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി ചേർന്നപ്പോൾ അവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏകദേശ ധാരണ. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ എല്ലാം നടക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ വകുപ്പുകൾ ഏതെല്ലാം വകുപ്പുകൾ ആണ് മുസ്ലിം ലീഗിന് ലഭിക്കേണ്ടത് എന്നുള്ളതും മുസ്ലിം ലീഗ് കൃത്യമായ ഒരു നിലപാട് എടുക്കുന്നതെന്ന് തന്നെയാണ് അറിയുന്നത്. അത് മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിച്ചതിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ ഉന്നയിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് തിളക്കമാർന്ന ഒരു വിജയം നേടിയിട്ടും ആ തിളക്കം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി ചർച്ച പോകരുത് എന്നതാണ് പ്രധാനമായും ഇപ്പോൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. ശരി, ശാന്തകുമാറാണ് വിവരങ്ങൾ നൽകിയത്.